ലോകമെമ്പാടും ജിയോ പൊളിറ്റിക്കൽ ഇക്വേഷൻസ് മാറി മറിയുന്ന അതിതീവ്രമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതിർത്തി തർക്കങ്ങൾ മുതൽ മാരകമായ വൈറസ് ഭീഷണികൾ വരെയും വൻ ശക്തികളുടെ മുതൽ സമാധാനത്തിനായുള്ള നയതന്ത്ര നീക്കങ്ങൾ വരെയും ഒരേ സമയം വാർത്തകളിൽ നിറയുന്നുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധത്തിലെ വിള്ളലുകളും ക്രൂയിസ് കപ്പലുകളെ നടുക്കുന്ന ഹാൻഡ വൈറസ് ഭീതിയും ഏഷ്യ പസഫിക് മേഖലയിൽ ചൈനയെ പ്രതിരോധിക്കാൻ ജപ്പാനും ഓസ്ട്രേലിയയും നടത്തുന്ന തന്ത്രപരമായ നീക്കങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇതിനു പുറമെയാണ് ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന 14 സമാധാന പദ്ധതിയും മെയ് 9 വിക്ടറി ഡേയോടനുബന്ധിച്ച് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ രൂപപ്പെടുന്ന പുതിയ ഭീഷണികളും ലോകത്തെ ഒരു മുൾമുനയിൽ നിർത്തിയിരിക്കുകയാണ്. ഈ സങ്കീർണമായ സാഹചര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിക്കാം. വെൽക്കം ടു ലോക. കൈലാസ് മാനസരോവർ യാത്ര ഓരോ ശിവഭക്തന്റെയും ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ പുണ്യഭൂമിയിലേക്ക് ഒരിക്കലെങ്കിലും എത്തുക എന്നത്. പണ്ട് വളരെ കഠിനമായിരുന്ന ഈ യാത്ര ഇന്ന് ഇന്ത്യ കുറച്ചുകൂടി എളുപ്പമാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു പാതയെ ചൊല്ലി നമ്മുടെ അയൽരാജ്യമായ നേപ്പാളും ഇന്ത്യയും തമ്മിൽ വീണ്ടും ഒരു ടെറിട്ടോറിയൽ ഡിസ്പ്യൂട്ട്, അതായത് ഒരു അതിർത്തി തർക്കം രൂപപ്പെട്ടിരിക്കുകയാണ്. അത് രൂക്ഷമാവുകയാണ്. ഉത്തരാഖണ്ഡിലെ ലിബുലേഖ് പാസ് വഴിയുള്ള യാത്രയ്ക്കെതിരെ നേപ്പാൾ ഗവൺമെന്റ് ഔദ്യോഗികമായി ഒബ്ജക്ഷൻ അറിയിച്ചിരിക്കുകയാണ്. ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. ഇന്ത്യ ഏകപക്ഷീയമായി ഇവിടെ റോഡ് നിർമ്മിക്കാനോ യാത്ര നടത്താനോ പാടില്ല എന്നാണ് അവരുടെ വാദം. എന്നാൽ ഇന്ത്യ വെറുതെ ഇരുന്നു? ഇല്ല. ന്യൂഡൽഹിയിൽ നിന്ന് നേപ്പാളിന് വളരെ കൃത്യമായ എന്നാൽ ഷാർപ്പായ ഒരു മറുപടി പോയിട്ടുണ്ട്. എന്താണ് ഈ ലിബുലേഖ് തർക്കം? എന്തുകൊണ്ടാണ് നേപ്പാൾ ഇപ്പോൾ വീണ്ടും ഈ ഒരു വിഷയം ഉയർത്തുന്നത്? ഇതിന് പിന്നിൽ ചൈനയുടെ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഉണ്ടോ? ഇന്ന് നമുക്ക് ഈ ഒരു ഗൗരവമായ വിഷയം ഒന്ന് പരിശോധിക്കാം. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. മെയ് ആദ്യ ആഴ്ചയോടെയാണ് നേപ്പാൾ ഗവൺമെന്റ് ഇന്ത്യയുടെ ലിബുലേഖ് വഴിയുള്ള മാനസരോവർ യാത്രയ്ക്കെതിരെ ഒഫീഷ്യലായിട്ട് ഒബ്ജക്ഷൻ അറിയിക്കുന്നത്. അവരുടെ വാദം ഇത്രയേ ഉള്ളൂ: ലിബുലേഖ് പാസ് ഉൾപ്പെടുന്ന കാലാപാനി, ലിംപിയാധുര എന്നീ പ്രദേശങ്ങൾ നേപ്പാളിന്റേതാണ്. എന്നാൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം ഇതിനോട് പ്രതികരിച്ചത് എങ്ങനെയെന്നോ? നേപ്പാളിന്റെ ഈ വാദം വസ്തുതാപരമല്ല, അതിലുപരി ഇതിൽ യാതൊരു സത്യവുമില്ല എന്നാണ് വിദേശകാര്യ മന്ത്രാലയം ആഞ്ഞടിച്ചത്. ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നേപ്പാൾ ഇടപെടേണ്ടതില്ല എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ഇന്ത്യ നൽകുന്നത്. ലിബുലേഖ് എന്നത് വർഷങ്ങളായിട്ട് ഇന്ത്യയുടെ കൺട്രോളിലുള്ള പ്രദേശമാണ്. അവിടെ ഇന്ത്യൻ ആർമിയുടെ പോസ്റ്റുകളുമുണ്ട്. കാലങ്ങളായിട്ട് നമ്മുടെ ആളുകൾ അവിടെ യാത്ര ചെയ്യുന്നുമുണ്ട്. പക്ഷേ നേപ്പാൾ പറയുന്നത് 1816 സെഗൌലി ട്രീറ്റി പ്രകാരം ഈ സ്ഥലം അവരുടേതാണ് എന്നാണ്. ഈ ഒരു ഹിസ്റ്റോറിക്കൽ പോയിന്റിലാണ് തർക്കം നിൽക്കുന്നത്. ഇന്ത്യയുടെ ഭാഗം വളരെ ക്ലിയർ ആണ്. ഇന്ത്യ പറയുന്നത് ലിബുലേഖ് വഴി മാനസരോവർ യാത്രയ്ക്കായി റോഡ് നിർമ്മിച്ചതും ഇപ്പോൾ യാത്ര പുനരാരംഭിച്ചതും പൂർണ്ണമായും ഇന്ത്യൻ മണ്ണിലാണ് എന്നാണ്. നേപ്പാൾ ഉന്നയിക്കുന്ന ടെറിട്ടോറിയൽ ക്ലെയിം വെറും ഒരു നിലനിൽപ്പില്ലാത്ത കാര്യമാണ് എന്ന് ഇന്ത്യ പറയുന്നുണ്ട്. MEA പുറത്തുവിട്ട പ്രസ്താവനയിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്നാമതായിട്ട്, ഈ പ്രദേശം ഇന്ത്യയുടെ പരമാധികാരത്തിന് കീഴിലുള്ളതാണ്. 2, നേപ്പാളിന്റെ അവകാശവാദങ്ങൾ കൃത്രിമമായിട്ടുണ്ടാക്കിയ ഭൂപടങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. മൂന്നാമത്, 2 രാജ്യങ്ങളും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ ചർച്ചകളിലൂടെ പരിഹരിക്കാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇത്തരം ഏകപക്ഷീയമായ പ്രസ്താവനകൾ അംഗീകരിക്കില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്: ആർട്ടിഫിഷ്യൽ എൻലാർജ്മെന്റ്. അതായത് 2020 നേപ്പാൾ അവരുടെ പൊളിറ്റിക്കൽ മാപ്പ് മാറ്റി വരച്ചിരുന്നു. ഇന്ത്യയുടെ ഭാഗമായ കുറേ സ്ഥലങ്ങൾ അവർ സ്വന്തം മാപ്പിൽ ചേർത്തു. അതിനെയാണ് ഇന്ത്യ ഇപ്പോൾ പരോക്ഷമായിട്ട് വിമർശിക്കുന്നത്. നേപ്പാളിന്റെ ഈ പുതിയ ഭൂപടം ഇന്ത്യ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് നേപ്പാൾ ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത്? ഇതിന് പിന്നിൽ ചില ജിയോ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഒന്നാമതായിട്ട്, ചൈന ഫാക്ടറാണ്. നേപ്പാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് സ്വാധീനം കൂടുമ്പോഴെല്ലാം അവർ ഇന്ത്യക്കെതിരെ അതിർത്തി പ്രശ്നങ്ങൾ ഉയർത്താറുണ്ട്. ഇതിന് പിന്നിൽ ചൈനയുടെ പ്രേരണയുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ ചൈന നേപ്പാളിനെ ഒരു പ്രോക്സി ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനിയുള്ളത് ഡൊമസ്റ്റിക് പോളിറ്റിക്സ്. അതായത് നേപ്പാളിലെ ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ മാറ്റാൻ പലപ്പോഴും ഭരണകൂടം ഇത്തരം നാഷണലിസ്റ്റിക് വികാരങ്ങൾ കുത്തിപ്പൊക്കാറുണ്ട്. ഇന്ത്യ നമ്മുടെ സ്ഥലം പിടിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് അവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് ഗുണകരമാണ്. പക്ഷെ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു കാര്യമുണ്ട്: ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ളത് വെറും അതിർത്തി പങ്കിടൽ മാത്രമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള റോട്ടി ബേട്ടി ബന്ധമാണ്. അതായത് ഭക്ഷണവും അതുപോലെ കുടുംബ ബന്ധങ്ങളും പോലും ഇഴചേർന്ന് കിടക്കുന്ന അത്രയും ആത്മീയവും സാംസ്കാരികവുമായ ഒരു ആഴത്തിലുള്ള ഇണക്കമാണത്. രാഷ്ട്രീയമായ ഈ തർക്കങ്ങൾ ആഴത്തിലുള്ള ഈ ആത്മബന്ധത്തിൽ വിള്ളലുണ്ടാക്കരുത് എന്ന് തന്നെയാണ് ഇന്ത്യയുടെ എക്കാലത്തെയും ആഗ്രഹം. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം ലിബുലേഖ് വഴി തീർത്ഥാടകരെ അയക്കുന്ന കാര്യത്തിൽ ഇന്ത്യ വിട്ടുവീഴ്ചയ്ക്കില്ല. കാരണം ഈ പാത ഇന്ത്യയുടെ സ്വന്തമാണ്. ഈ റൂട്ടിലൂടെയുള്ള യാത്ര വെറും 7-8 ദിവസം കൊണ്ട് പൂർത്തിയാക്കാവുന്നതുമാണ്. നേപ്പാൾ വഴി പോകുമ്പോൾ എടുക്കുന്ന സമയത്തിന്റെ പകുതി മതി ലിബുലേഖ് വഴി യാത്ര ചെയ്യാൻ.
ഇന്ത്യ വ്യക്തമാക്കുന്നത് ഇതാണ്: ഞങ്ങൾ ഞങ്ങളുടെ അതിർത്തിക്കുള്ളിലാണ് വികസനം നടത്തുന്നത്, അതിൽ ആരും ഇടപെടേണ്ട. അതേസമയം അയൽ രാജ്യവുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ചർച്ചകൾക്ക് ഇന്ത്യ തയ്യാറാണ്. വിദേശകാര്യ സെക്രട്ടറി തലത്തിലുള്ള ചർച്ചകൾ ഉടൻ ഉണ്ടായേക്കാമെന്ന സൂചനകളുണ്ട്. ഇന്ത്യയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്ന നേപ്പാളിന്റെ ഈ ഒരു നീക്കം നൈദർ ജസ്റ്റിഫൈഡ് നോർ ബേസ്ഡ് ഓൺ ഫാക്ട്സ്, അഥവാ ന്യായീകരിക്കാൻ കഴിയാത്തതും യാഥാർത്ഥ്യങ്ങളുമായിട്ട് ബന്ധമില്ലാത്തതുമാണ് എന്ന് ഇന്ത്യ തുറന്നടിച്ചു കഴിഞ്ഞു. അതായത് ഇന്ത്യയുടെ ഒരു ഇഞ്ച് ഭൂമി പോലും ആർക്കും വിട്ടുകൊടുക്കില്ല എന്ന നയതന്ത്ര നിലപാടിൽ മോദി ഗവൺമെന്റ് ഉറച്ചു നിൽക്കുകയാണ്. നേപ്പാൾ ഇത്തരം പ്രസ്താവനകൾ നടത്തുമ്പോഴും ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഇന്ത്യ ശക്തമായ നിയന്ത്രണത്തിലാണ്. അപ്പോൾ ഇതാണ് ലിബുലേഖ് തർക്കത്തിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്ന് പറയുന്നത്. ചരിത്രപരമായ രേഖകൾ ഇന്ത്യക്ക് അനുകൂലമാണെങ്കിലും നേപ്പാൾ ഈ ഒരു വിഷയം ഒരു ഇമോഷണൽ ഇഷ്യൂ ആയിട്ടാണ് കാണുന്നത്. പക്ഷേ അന്താരാഷ്ട്ര തലത്തിൽ വസ്തുതകൾ, അതായത് ഫാക്ട്സിനാണ് വില. ഇന്ത്യയുടെ മറുപടി വളരെ കൃത്യമാണ്: ഇത് ഇന്ത്യൻ മണ്ണാണ്, ഇവിടെ ഭക്തർക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാം. നമ്മൾ സാധാരണ അവധി ആഘോഷിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഏറ്റവും ലക്ഷൂറീസ് ആയിട്ടുള്ള ഒരു വഴിയാണ് ക്രൂയിസ് ഷിപ്പിലെ യാത്രകൾ എന്ന് പറയുന്നത്. ആഡംബരവും ഭക്ഷണവും കടലിന്റെ ഭംഗിയും ഒക്കെ ആയിട്ട് ആസ്വദിക്കേണ്ട ആ ഒരു യാത്ര മരണക്കിണിയായിട്ട് മാറിയാലോ? കേൾക്കുമ്പോൾ ഞെട്ടൽ തോന്നാം. പക്ഷേ ഇപ്പോൾ ലോകത്തെമ്പാടുമുള്ള ആരോഗ്യ വിദഗ്ധരെ ആശങ്കയിലാക്കിയ ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ്. ഒരു പ്രമുഖ ക്രൂയിസ് കപ്പലിൽ ഹാൻറ്റ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു. ഇതുവരെ 3 പേരാണ് മരണപ്പെട്ടത്. ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതാണ്. എന്താണ് ഈ ഹാൻറ്റ വൈറസ്? ഇത് കോവിഡ് പോലെ പടരുമോ? എലികളിൽ നിന്ന് എങ്ങനെയാണ് ഈ ഒരു വൈറസ് മനുഷ്യരിലേക്ക് എത്തുന്നത്? ഈ ആഡംബര കപ്പലിൽ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നത്? പരിശോധിക്കാം. നമുക്ക് ആദ്യം ഈ ഇൻസിഡന്റ് എന്താണെന്ന് നോക്കാം. ഈ മാസം ആദ്യമാണ് കപ്പലിലെ യാത്രക്കാരിൽ ചിലർക്ക് കടുത്ത ശ്വാസതടസ്സവും പനിയും അനുഭവപ്പെട്ടത്. തുടക്കത്തിൽ ഇതൊരു സാധാരണ പനിയാണെന്ന് കരുതിയെങ്കിലും രോഗബാധിതരുടെ നില പെട്ടെന്ന് വഷളാവുകയായിരുന്നു. 3 യാത്രക്കാരാണ് മരണപ്പെട്ടത്. ഇതിനെ തുടർന്ന് നടത്തിയ ലാബ് പരിശോധനകളിലാണ് ഞെട്ടിക്കുന്ന ആ വിവരം പുറത്തുവരുന്നത്. ഇത് സാധാരണ പനിയല്ല, മറിച്ച് ഹാൻറ്റ വൈറസ് ആണ് എന്നത്. സാധാരണയായിട്ട് കാടുകളിലോ കൃഷിയിടങ്ങളിലോ കാണപ്പെടുന്ന ഈ ഒരു വൈറസ് എങ്ങനെയാണ് ഇത്രയും മോഡേൺ ആയിട്ടുള്ള സൗകര്യങ്ങളുള്ള ഒരു ലക്ഷറി കപ്പലിൽ എത്തിയത് എന്നത് ഇപ്പോഴും ഒരു മിസ്റ്ററി ആയിട്ട് തുടരുകയാണ്. കപ്പലിലെ ഭക്ഷണ സാമഗ്രികൾ സൂക്ഷിക്കുന്ന ഇടങ്ങളിലോ സ്റ്റോർ റൂമുകളിലോ എലികളുടെ സ്വാധീനം ഉണ്ടായിരുന്നു എന്ന് അധികൃതർ അന്വേഷിക്കുന്നുണ്ട്. കാരണം ഹാൻറ്റ വൈറസിന്റെ സോഴ്സ്, പ്രഭവ കേന്ദ്രം എലികളാണ്. ഇനി എന്താണ് ഈ ഹാൻറ്റ വൈറസ് എന്ന് നോക്കാം. ഇതൊരു സൂണോട്ടിക് ഡിസീസ് ആണ്, അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന ഒരു രോഗം. പ്രധാനമായും എലികളുടെ മൂത്രം, കാഷ്ടം, ഉമിനീര് എന്നിവയിലൂടെയാണ് ഈ വൈറസ് പടരുന്നത്. രസകരമായ എന്നാൽ ഭയാനകമായ ഒരു കാര്യം പറയാം. ഇതിന് കോവിഡിനെ പോലെ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് അത്ര പെട്ടെന്ന് പടരാൻ കഴിയില്ല. പക്ഷേ എലികളിലൂടെ, അതായത് എലികളുടെ വിസർജ്യങ്ങൾ ഉണങ്ങി പൊടിയായിട്ട് വായുവിൽ കലരുകയും അത് നമ്മൾ ശ്വസിക്കുകയും ചെയ്താൽ, അതായത് എയർബോൺ ട്രാൻസ്മിഷൻ, ഇങ്ങനെ ഈ വൈറസ് നേരിട്ട് നമ്മുടെ ശ്വാസകോശത്തെ ബാധിക്കും. കപ്പലിലെ എയർ കണ്ടീഷനിങ് സിസ്റ്റം വഴിയാണോ ഇത് പടർന്നത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഗൗരവകരമായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഇതൊരു പാൻഡമിക് ആകുമോ എന്ന് പേടിക്കേണ്ടതില്ല എങ്കിലും ഇത് ബാധിച്ചാലുള്ള മരണനിരക്ക്, ഫെറ്റാലിറ്റി റേറ്റ് വളരെ കൂടുതലാണ് എന്നത് ആശങ്കാജനകമാണ്. ഹാൻറ്റ വൈറസ് ബാധിച്ചാൽ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ, സിംറ്റംസ് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. കാരണം തുടക്കത്തിൽ ഇത് തിരിച്ചറിയാൻ വളരെ പ്രയാസമാണ്. ഇനിഷ്യൽ സ്റ്റേജ്, അതായത് തുടക്കത്തിൽ കടുത്ത പനി, പേശിവേദന, അതായത് വിഷ്യ നടുവിനും തുടകൾക്കുമൊക്കെ വേദന ഉണ്ടാകും, ക്ഷീണം, തലകറക്കം. ഇനി ലേറ്റ് സ്റ്റേജ്, അതായത് കുറച്ച് കഴിയുമ്പോൾ രോഗം ബാധിച്ച് 4 മുതൽ 10 ദിവസത്തിനുള്ളിൽ ശ്വാസകോശത്തിൽ വെള്ളം നിറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അതായത് ഹാൻറ്റ വൈറസ് പൾമണറി സിൻഡ്രോം, HPS എന്ന് പറയും. ഇത് ശ്വാസമുട്ടലിനും മരണത്തിനും വരെ കാരണമാകുന്നു. ഇപ്പോൾ ക്രൂയിസ് ഷിപ്പിലെ മരിച്ച 3 പേരും സമാനമായ ലക്ഷണങ്ങളോടെയാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. പെട്ടെന്നുണ്ടാകുന്ന ശ്വാസതടസ്സമാണ് ഇതിനെ അപകടകരമാക്കുന്നത്. നിലവിൽ ഇതിന് പ്രത്യേക വാക്സിനുകളോ മരുന്നുകളോ ലഭ്യമല്ല. സപ്പോർട്ടീവായ ചികിത്സകൾ മാത്രമേ നൽകാൻ കഴിയൂ. ഈ ഔട്ട്ബ്രേക്കിനെ തുടർന്ന് ലോകമെമ്പാടുമുള്ള തുറമുഖങ്ങളിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. ക്രൂയിസ് കപ്പലുകളിലെ ഹൈജീൻ സ്റ്റാൻഡേർഡ്സ് വീണ്ടും പരിശോധിക്കണമെന്ന് ഇന്റർനാഷണൽ ഹെൽത്ത് ഓർഗനൈസേഷൻസ് അറിയിച്ചിട്ടുണ്ട്, നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇനി നിങ്ങളൊരു ക്രൂയിസ് യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. നിലവിൽ ഇല്ല. പക്ഷേ ശുചിത്വത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. കപ്പൽ യാത്രകൾ തിരഞ്ഞെടുക്കുമ്പോൾ സുരക്ഷിതമായ സർട്ടിഫൈഡ് ആയ കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കുക. യാത്രക്കിടയിൽ കഠിനമായ പനിയോ അല്ലെങ്കിൽ ശ്വാസ തടസ്സമോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ മെഡിക്കൽ ടീമിനെ വിവരം അറിയിക്കുക. ആധുനിക കാലത്തെ ആരോഗ്യ ഭീഷണികൾ എവിടെ നിന്നാണ് വരുന്നത് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഒരു ആഡംബര കപ്പൽ പോലും ഇത്തരം വൈറസുകളിൽ നിന്ന് മുക്തമല്ല എന്നത് നമുക്കൊരു വലിയ പാഠമാണ്. ഹാൻറ്റ വൈറസ് നിലവിൽ വലിയൊരു വ്യാപനത്തിലേക്ക് പോയിട്ടില്ല എന്നത് ആശ്വാസകരമാണ്. പക്ഷേ ജാഗ്രത അനിവാര്യമാണ്.
ലോക ഭൂപടത്തിൽ ഇന്ന് ഏറ്റവും വലിയ ചർച്ചകൾ നടക്കുന്നത് പസഫിക് മേഖലയിലാണ്. ഒരു വശത്ത് മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ കാരണം ആഗോളതലത്തിൽ ഓയിൽ വിതരണം അവതാളത്തിലായിരിക്കുന്നു. മറുവശത്ത് ചൈനയുടെ ആധിപത്യം വർദ്ധിച്ചു വരുന്നു. ഈ രണ്ട് പ്രതിസന്ധികളെയും ഒരേ സമയം നേരിടാൻ ഏഷ്യയിലെ വൻ ശക്തികളായ ജപ്പാനും പസഫിക്കിലെ കരുത്തരായ ഓസ്ട്രേലിയയും കൈകോർത്തിരിക്കുകയാണ്. ജപ്പാന്റെ പുതിയ പ്രധാനമന്ത്രി സനെ തകൈച്ചി ഇപ്പോൾ ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബാനിസുമായി അവർ നടത്തിയ ചർച്ചകൾ വെറും ഫോർമൽ ആയിട്ടുള്ള ഒന്നല്ല, മറിച്ച് വരാനിരിക്കുന്ന ദശാബ്ദങ്ങളിൽ ലോകത്തിന്റെ ഗതി മാറ്റാൻ പോകുന്ന ഊർജ്ജ പ്രതിരോധ തന്ത്രങ്ങളാണ് അവിടെ രൂപപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ജപ്പാൻ പെട്ടെന്ന് ഓസ്ട്രേലിയയിലേക്ക് പോയത്? ഈ പുതിയ സപ്ലൈ ചെയിൻ സഖ്യം ചൈനയ്ക്ക് എങ്ങനെയാണ് വെല്ലുവിളി ഉയർത്തുന്നത്? ഊർജ്ജ സുരക്ഷയിൽ ഓസ്ട്രേലിയ ജപ്പാന്റെ ലൈഫ് ബോട്ടായി മാറുമോ? ഈ വിഷയത്തിലെ ഏറ്റവും പുതിയ വസ്തുതകൾ നമുക്ക് വിശദമായിട്ട് നോക്കാം. നമുക്കറിയാം, പ്രകൃതി വിഭവങ്ങളുടെ കാര്യത്തിൽ ജപ്പാൻ ഒരു റിസോഴ്സ് ഡെഫിഷ്യന്റ് രാജ്യമാണ്. അതായത് സ്വന്തം നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഇന്ധനമോ മറ്റ് അസംസ്കൃത വസ്തുക്കളോ ആ രാജ്യത്ത് പരിമിതമാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സാമ്പത്തിക ഭദ്രത എപ്പോഴും നിലകൊള്ളുന്നത് സുഗമമായ ഇറക്കുമതിയെ ആശ്രയിച്ചിട്ടാണ്. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ അസ്ഥിരതകൾ കാരണം ഓയിൽ വിതരണത്തിൽ വലിയൊരു സ്ക്വീസ്, അതായത് ഒരു തടസ്സം നേരിടുന്നുണ്ട്. ഇത് ജപ്പാന്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ പിടിച്ചുലയ്ക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ഇവിടെയാണ് ഓസ്ട്രേലിയയുടെ പ്രസക്തി. ഈ പറഞ്ഞ ബലഹീനതകൾ പരിഹരിക്കാനാണ് ജപ്പാൻ ഇപ്പോൾ ഓസ്ട്രേലിയയുമായി കൈകോർക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് LNG ഉൽപാദകരിൽ ഒന്നാണ് ഓസ്ട്രേലിയ. പണ്ട് നമ്മൾ വിചാരിച്ചിരുന്നത് യുദ്ധം എന്നാൽ വെറും ആയുധങ്ങൾ മാത്രമാണ് എന്ന്. എന്നാൽ 2026 ഊർജവും എനർജി ഒരു ആയുധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രധാനമന്ത്രി തകൈച്ചിയുടെ ലക്ഷ്യം വ്യക്തമാണ്. മിഡിൽ ഈസ്റ്റിനെ മാത്രം ആശ്രയിക്കാതെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു സൗഹൃദ രാജ്യത്തിൽ നിന്ന് ഊർജം ഉറപ്പാക്കുക എന്നത്. ഇതിനെ നമുക്ക് എനർജി സെക്യൂരിറ്റി പിവറ്റ് എന്ന് വിളിക്കാം. ഈ സന്ദർശനത്തിലൂടെ ജപ്പാൻ ലക്ഷ്യമിടുന്നത് കേവലം ഗ്യാസ് മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഗ്രീൻ എനർജി വിപ്ലവത്തിനുള്ള ഹൈഡ്രജനും ക്രിട്ടിക്കൽ മിനറൽസും കൂടിയാണ്. ഈ ചർച്ചയിലെ മറ്റൊരു പ്രധാന പോയിന്റ് സപ്ലൈ ചെയിൻ റെസിലിയൻസ് ആണ്. അതായത് ചൈനയെ അമിതമായി ആശ്രയിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. സ്മാർട്ട് ഫോണുകൾ മുതൽ ഇലക്ട്രിക് വാഹനങ്ങൾ വരെ നിർമ്മിക്കാൻ വേണ്ട റെയർ എർത്ത് എലമെന്റ്സ് ഇന്ന് ചൈനയുടെ കൈപ്പിടിയിലാണ്. ചൈന എപ്പോൾ വേണമെങ്കിലും ഈ വിതരണം നിർത്തിവെക്കാമെന്ന പേടി ലോകരാജ്യങ്ങൾക്കുണ്ട്. ജപ്പാനും ഓസ്ട്രേലിയയും തമ്മിലുള്ള പുതിയ ധാരണ പ്രകാരം ഈ നിർണായക ധാതുക്കൾ, അതായത് ക്രിട്ടിക്കൽ മിനറൽസ് ഖനനം ചെയ്യുന്നതിനും അതുപോലെ പ്രോസസ് ചെയ്യുന്നതിനും ഇരു രാജ്യങ്ങളും സഹകരിക്കും. ഇതൊരു സാമ്പത്തിക നീക്കം മാത്രമല്ല, ഇതൊരു ഡിഫൻസ് സ്ട്രാറ്റജി കൂടിയാണ്. അതുപോലെ ചൈനയുടെ ആധിപത്യം തടയാൻ ക്വാഡ് അംഗങ്ങളായ ജപ്പാനും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഈ ഇക്കണോമിക് ബോണ്ടിംഗ് അത്യന്താപേക്ഷിതമാണ്. ഇതിനെ ഫ്രണ്ട് ഷോറിംഗ് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ വിളിക്കുന്നത്. അതായത് ശത്രു രാജ്യങ്ങളെ മാറ്റി നിർത്തി സുഹൃത്ത് രാജ്യങ്ങളുമായി ചേർന്ന് വ്യാപാരം നടത്തുക. ജപ്പാൻ പ്രധാനമന്ത്രി തകൈച്ചി തന്റെ പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞ ഒരു കാര്യമുണ്ട്. ജനാധിപത്യ മൂല്യങ്ങൾ പങ്കിടുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാരം സുരക്ഷിതമായിരിക്കണം. ഊർജം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം പ്രതിരോധമാണ്. സൗത്ത് ചൈന സീയിൽ ചൈന നടത്തുന്ന പ്രകോപനങ്ങൾ ജപ്പാനെയും ഓസ്ട്രേലിയയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. ഈ സന്ദർശനത്തിൽ നടന്ന പ്രധാനപ്പെട്ട ചില ഡിഫൻസ് അപ്ഡേറ്റുകൾ ഇവയാണ്. ഒന്ന്, റെസിപ്രോക്കൽ ആക്സസ് എഗ്രിമെന്റ് RAA. ജപ്പാൻ സെൽഫ് ഡിഫൻസ് ഫോഴ്സിനും ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിനും പരസ്പരം രാജ്യങ്ങളിൽ പരിശീലനം നടത്താനുള്ള അനുമതി കൂടുതൽ എളുപ്പമാക്കി. രണ്ടാമത്, ടെക്നോളജി ട്രാൻസ്ഫർ. അഡ്വാൻസ്ഡ് ആയ സൈനിക സാങ്കേതിക വിദ്യകൾ കൈമാറുന്നതിനെ കുറിച്ചും ഇരുവരും സംസാരിച്ചു. ഇനി മൂന്നാമത്, ഇന്റലിജൻസ് ഷെയറിംഗ്. പസഫിക് മേഖലയിലെ ചൈനീസ് നാവികസേനയുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ ഇന്റലിജൻസ് വിവരങ്ങൾ തത്സമയം പങ്കിടാൻ തീരുമാനിച്ചു. ജപ്പാൻ ഇപ്പോൾ അവരുടെ പ്രതിരോധ ബജറ്റ് ഇരട്ടിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ജപ്പാൻ സ്വീകരിച്ചിരുന്ന പസഫിസ്റ്റ് നയങ്ങളിൽ നിന്ന് മാറി കൂടുതൽ ശക്തമായ ഒരു സൈനിക നിലപാടിലേക്ക് അവർ മാറുന്നു എന്നതിന്റെ സൂചനയാണിത്. ഇതിന് ഓസ്ട്രേലിയയുടെ പൂർണ്ണ പിന്തുണയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ സംഘർഷങ്ങൾ എണ്ണവിലയെ ആകാശത്തോളം ഉയർത്തിയിരിക്കുകയാണ്. ഈ സമയത്ത് ജപ്പാൻ പ്രധാനമന്ത്രി നേരിട്ട് ഓസ്ട്രേലിയയിലെത്തി ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നത് ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. ഓസ്ട്രേലിയയിൽ നിന്ന് കൂടുതൽ LNG ജപ്പാനിലേക്ക് എത്തുന്നതോടെ ഏഷ്യൻ മാർക്കറ്റിലെ ഊർജ്ജ വിലയിൽ ഒരു ബാലൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. ചൈന ഇതിനെ വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. തങ്ങളെ വളയാൻ പസഫിക് രാജ്യങ്ങൾ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ച് ബെയ്ജിംഗ് ഇതിനകം തന്നെ പ്രസ്താവനകൾ ഇറക്കി കഴിഞ്ഞു. പക്ഷേ സ്വന്തം നിലനിൽപ്പിനായി ജപ്പാൻ നടത്തുന്ന ഈ കരുനീക്കങ്ങളെ തടയാൻ ആർക്കും കഴിയില്ല. ചുരുക്കത്തിൽ സനെ തകൈച്ചിയുടെ ഈ ഓസ്ട്രേലിയൻ സന്ദർശനം വെറും ഒരു ഡിപ്ലോമാറ്റിക് വിസിറ്റ് അല്ല. ഇത് വരാനിരിക്കുന്ന പുതിയ ലോകക്രമത്തിന്റെ വിളംബരമാണ്. ഊർജ്ജത്തിന് വേണ്ടി മിഡിൽ ഈസ്റ്റിനെയും സാധനങ്ങൾക്ക് വേണ്ടി ചൈനയും ആശ്രയിക്കുന്ന കാലം കഴിയുകയാണ്. പകരം വിശ്വസിക്കാവുന്ന പങ്കാളികളെ കണ്ടെത്തി മുന്നേറാനാണ് ജപ്പാൻ ശ്രമിക്കുന്നത്. ഈ സഖ്യം ഇന്ത്യയെ സംബന്ധിച്ചും വളരെ പ്രധാനമാണ്. കാരണം ക്വാഡിലെ മറ്റ് 2 അംഗങ്ങളാണ് ജപ്പാനും ഓസ്ട്രേലിയയും. ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധം ശക്തമാകുന്നത് ഇൻഡോ പസഫിക് മേഖലയുടെ സുരക്ഷയ്ക്ക് ഗുണകരമാണ്. ലോകം ഇന്ന് ഒരു വലിയ സ്ഫോടനത്തിന്റെ വക്കിലാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല.
ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള യുദ്ധം, അമേരിക്കയുടെ ഇടപെടൽ, ചെങ്കടലിലെ സംഘർഷങ്ങൾ. ഇതിനിടയിൽ ഇതാ അപ്രതീക്ഷിതമായ ഒരു വാർത്ത വരുന്നു. ഇറാൻ ഒരു 14-point പീസ് പ്ലാൻ അഥവാ 14 സമാധാന പദ്ധതി ലോകത്തിന് മുന്നിൽ വെച്ചിരിക്കുകയാണ്. യുദ്ധഭീതിയിൽ വിറങ്ങലിച്ചു നിൽക്കുന്ന മധ്യേഷ്യയിൽ സമാധാനം കൊണ്ടുവരാൻ തയ്യാറാണ് എന്ന് ഇറാൻ പറയുന്നുണ്ട്. പക്ഷേ ഇതിന് അമേരിക്ക നൽകുന്ന മറുപടി എന്താണ്? പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപ് വൈറ്റ് ഹൌസിലുള്ള ഈ ഒരു സമയത്ത്. ട്രംപിന്റെയും ഇറാന്റെയും ഇടയിലുള്ള ബന്ധം നമുക്ക് അറിയാവുന്നതാണ്. ഈ 14 പോയിന്റുകളിൽ എന്തൊക്കെയാണുള്ളത്? സമാധാനത്തിനുള്ള വഴിയാണോ അതോ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് പൂട്ടുമെന്ന് ഭീഷണിപ്പെടുത്തി ലോകത്തെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള നീക്കമാണോ ഇത്? ലോകത്തിലെ എണ്ണ വിതരണത്തെ നിയന്ത്രിക്കുന്ന ഈ മേഖലയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ നമുക്ക് എല്ലാവർക്കും പണി കിട്ടും. നമുക്ക് ഈ ഒരു നിർണായക വിഷയം പരിശോധിക്കാം. നമുക്കറിയാം 2026 മെയ് മാസത്തിൽ നിൽക്കുമ്പോൾ സ്ഥിതിഗതികൾ വളരെ വഷളാണ്. ഇസ്രായേൽ ഹിസ്ബുള്ളയ്ക്ക് എതിരെ ലെബനനിൽ ശക്തമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇറാൻ പിന്തുണയ്ക്കുന്ന എല്ലാ ഗ്രൂപ്പുകളും ഇപ്പോൾ യുദ്ധത്തിന്റെ പാതയിലാണ്. ഇതിനിടയിലാണ് ഇറാന്റെ ഈ ഒരു സമാധാന നിർദ്ദേശം വരുന്നത്. എന്തുകൊണ്ടാണ് ഇറാൻ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെയൊരു പീസ് ഡീൽ മുന്നോട്ട് വെക്കുന്നത്? ഒന്ന്, ഇക്കണോമിക് സാങ്ഷൻസ് ആണ്. അതായത് അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള കടുത്ത ഉപരോധങ്ങൾ ഇറാന്റെ നട്ടെല്ലൊടിച്ചിരിക്കുകയാണ്. 2, ട്രംപ് ഫാക്ടർ. ഡൊണാൾഡ് ട്രംപ് തിരിച്ചെത്തിയതോടെ ഇറാന് മേലുള്ള സമ്മർദ്ദം ഇരട്ടിയായി. ട്രംപിന്റെ മാക്സിമം പ്രഷർ പോളിസി ഇറാനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. 3, ഓയിൽ സപ്ലൈ. അതായത് സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴി ലോകത്തിന്റെ 20% എണ്ണയും കടന്നു പോകുന്നു. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ ലോകമെമ്പാടും പെട്രോൾ വില കുതിച്ചുയരും. ഇത് ലോകരാജ്യങ്ങളെ സമ്മർദ്ദത്തിലാക്കാനുള്ള ഇറാന്റെ ഒരു തുറുപ്പുചീട്ട് കൂടിയാണ്. അതായത് ട്രംപ് കാർഡ് എന്നാണ് ഇതിന് പറയുന്നത്. ഇനി നമുക്ക് ആ ഒരു 14 കാര്യങ്ങളിലേക്ക് വരാം. ഇത് വെറും സമാധാനം മാത്രമല്ല, ഇറാന്റെ ചില കണ്ടീഷനുകളും ഇതിലുണ്ട്. പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം, അതിർത്തി സുരക്ഷ. ലെബനനിലും സിറിയയിലും ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ ഉടൻ നിർത്തണം. ഉപരോധങ്ങളാണ് അടുത്തത്. ഉപരോധങ്ങൾ നീക്കൽ, സാങ്ഷൻസ് റിമൂവൽ. ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന എല്ലാ ഉപരോധങ്ങളും അമേരിക്ക പിൻവലിക്കണം. ഇതാണ് ഇറാന്റെ ഏറ്റവും വലിയ ആവശ്യം. 3ാമതായി, ന്യൂക്ലിയർ പോളിസി. ആണവ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തയ്യാറാണ്, പക്ഷേ ഇത് ഇറാന്റെ അവകാശങ്ങൾ ഹനിക്കാതെ രീതിയിൽ തന്നെ ആയിരിക്കണം. 4ാമത്, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് സെക്യൂരിറ്റി. കടൽ മാർഗമുള്ള എണ്ണ വിതരണം തടസ്സപ്പെടില്ല എന്ന് ഇറാൻ ഉറപ്പു നൽകുന്നു. പക്ഷേ പകരമായിട്ട് വിദേശ സൈന്യം ആ മേഖലയിൽ നിന്ന് മാറണം. ഇനി 5ാമത്, പ്രോക്സി സപ്പോർട്ട്. ഹിസ്ബുള്ളയെയും ഹൂതികളെയും പോലെയുള്ള ഗ്രൂപ്പുകളെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറായേക്കാം, പക്ഷേ അതിന് കൃത്യമായ രാഷ്ട്രീയ ഗ്യാരണ്ടി വേണം. ഇത് കേൾക്കുമ്പോൾ സമാധാനത്തിന് വേണ്ടിയുള്ള നീക്കമായി തോന്നാമെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് അത്ര ദഹിക്കുന്ന കാര്യമല്ല. കാരണം ഹിസ്ബുള്ളയെ ഇറാൻ പൂർണ്ണമായും കൈവിടില്ല എന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് ഇതിനോട് എങ്ങനെ പ്രതികരിച്ചു എന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. നമുക്കറിയാം ട്രംപ് ഒരു ഡീൽ മേക്കറാണ്, പക്ഷേ ഇറാന്റെ കാര്യത്തിൽ അദ്ദേഹം വളരെ കടുത്ത നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. ട്രംപിന്റെ പ്രതികരണത്തിന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതാണ്: സീറോ ടോളറൻസ് ഓൺ ടെറർ. തീവ്രവാദ ഗ്രൂപ്പുകളെ ഇറാൻ പിന്തുണയ്ക്കുന്നത് നിർത്താതെ ഒരു ഡീലിനും അമേരിക്ക തയ്യാറല്ല. 2ാമതായി, സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വാർണിംഗ് ആണ്. ഹോർമുസ് കടലിടുക്ക് പൂട്ടാൻ ഇറാൻ ശ്രമിച്ചാൽ അത് ഇറാന്റെ നാശമായിരിക്കുമെന്ന വ്യക്തമായ മുന്നറിയിപ്പ് ട്രംപ് നൽകിയിട്ടുണ്ട്. 3, ദ 14 പോയിന്റ്സ് അനാലിസിസ്. ഇറാന്റെ 14 പോയിന്റുകളിൽ ചിലത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് വൈറ്റ് ഹൌസ് സമ്മതിക്കുമ്പോഴും ഇറാൻ പറയുന്ന കാര്യങ്ങളിൽ എത്രത്തോളം സത്യസന്ധതയുണ്ട് എന്നതാണ് ട്രംപിന്റെ ചോദ്യം. ട്രംപിന്റെ മറുപടിയുടെ രത്ന ചുരുക്കം ഇതാണ്: ആക്ഷൻ ബിഫോർ ഡിപ്ലോമസി. അതായത് ആദ്യം പ്രവർത്തിച്ചു കാണിക്കൂ, എന്നിട്ടാവാം ചർച്ചകൾ. എന്തുകൊണ്ടാണ് ഈ ഹോർമുസ് കടലിടുക്കിനെ കുറിച്ച് ഇത്രയും ചർച്ചകൾ നടക്കുന്നത്? ലോകത്തിന്റെ എനർജി ജഗ്ലോബേൻ അഥവാ നാടിയിടുപ്പ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. വെറും 33 കിലോമീറ്റർ വീതിയുള്ള ഈ വഴിയിലൂടെയാണ് സൗദി, UAE, കുവൈത്ത് എന്നീ രാജ്യങ്ങളുടെ എണ്ണ പുറത്തേക്ക് പോകുന്നത്. ഇറാൻ അവരുടെ ഈ ഒരു 14 സമാധാന പദ്ധതിയിൽ ഒരു ഭീഷണി കൂടി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സമാധാന പദ്ധതി അംഗീകരിച്ചില്ല എങ്കിൽ ഈ വഴി സുരക്ഷിതമായിരിക്കില്ല എന്നതാണത്. എണ്ണവില $200 കടന്നാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളും സാമ്പത്തികമായി തകരും. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചടിയായിരിക്കും. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ തർക്കം ഇന്ത്യയും സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ്. അപ്പോൾ ഇറാന്റെ ഈ 14 പോയിന്റ് പീസ് പ്ലാൻ ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ഇത് ശരിക്കും സമാധാനത്തിനുള്ള വഴിയാണോ അതോ അമേരിക്കയെയും സഖ്യകക്ഷികളെയും സമ്മർദ്ദത്തിലാക്കാനുള്ള ഒരു ടാക്ടിക്കൽ മൂവാണോ? ട്രംപിന്റെ കടുത്ത നിലപാടുകളും ഇറാന്റെ മയമില്ലാത്ത നയങ്ങളും കൂട്ടിമുട്ടുമ്പോൾ വലിയൊരു ദുരന്തമാണോ അതോ അപ്രതീക്ഷിതമായ ഒരു ഉടമ്പടിയാണോ വരാനിരിക്കുന്നത് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം കുറഞ്ഞാൽ മാത്രമേ ഈ പ്ലാനിന് എന്തെങ്കിലും സാധ്യതയുള്ളൂ. ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത് റഷ്യയിലേക്കും യുക്രൈനിലേക്കുമാണ്. കാരണം എന്താണ് എന്നല്ലേ? എല്ലാവരും ഉറ്റുനോക്കുന്ന ആ ഒരു തീയതി മെയ് 9 റഷ്യയെ സംബന്ധിച്ച് ഏറ്റവും പവിത്രമായ, ഏറ്റവും വലിയ സൈനിക കരുത്ത് തെളിയിക്കുന്ന വിക്ടറി ഡേ ആണത്. പക്ഷേ ഇത്തവണ വിക്ടറി ഡേ ആഘോഷങ്ങൾക്കിടയിൽ കേൾക്കുന്നത് ആഘോഷാരവങ്ങളല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു വലിയ മിസൈൽ ആക്രമണത്തിന്റെ അപായ സൂചനകളാണ്.
റഷ്യ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ യുക്രൈനും തങ്ങളുടേതായ മറുപടി നൽകി. എന്നാൽ ഈ സീസ് ഫയർ സമാധാനത്തിലേക്കുള്ള വാതിലാണോ അതോ ഒരു വൻ സ്ഫോടനത്തിന് തൊട്ടു മുമ്പുള്ള നിശബ്ദതയാണോ? പരിശോധിക്കാം. കാര്യങ്ങൾ അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ മെയ് 8, 9 തീയതികളിൽ ഏകപക്ഷീയമായൊരു സീസ് ഫയർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ നാസി ജർമ്മനിയെ തോൽപ്പിച്ചതിന്റെ 81ാം വാർഷികമാണ് മെയ് 9. ഇതിനെ റഷ്യയിൽ ഗ്രേറ്റ് പാട്രിയോട്ടിക് വാർ എന്നാണ് വിളിക്കുന്നത്. ഈ പുണ്യദിനത്തിൽ യുദ്ധം താൽക്കാലികമായി നിർത്താനാണ് മോസ്കോയുടെ തീരുമാനം. ഞങ്ങൾ സമാധാനം ആഗ്രഹിക്കുന്നു, യുക്രൈനും ഇത് പിന്തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു സമാധാന പ്രഖ്യാപനമല്ല. റഷ്യ ഇതിനോടൊപ്പം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് കേട്ടാൽ ആരും ഒന്ന് ഞെട്ടും. മെയ് 9 മോസ്കോയിലെ വിക്ടറി ഡേ പരേഡ് തടസ്സപ്പെടുത്താൻ യുക്രൈൻ എന്തെങ്കിലും ക്രിമിനൽ പ്ലാനുകൾ നടപ്പിലാക്കിയാൽ അതിന്റെ തിരിച്ചടി ഭീകരമായിരിക്കും. കീവിന്റെ ഹൃദയഭാഗത്ത് ഒരു മാസീവ് റിറ്റാലിയേറ്ററി മിസൈൽ സ്ട്രൈക്ക് നടത്തുമെന്നാണ് പുടിന്റെ സൈന്യം ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് കീവിലെ സാധാരണക്കാരോടും വിദേശ എംബസികളിലെ ജീവനക്കാരോടും നഗരം വിട്ടു പോകാൻ പോലും റഷ്യ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതായത് ഒരു ചെറിയ ഡ്രോൺ ആക്രമണം പോലും കീവിനെ ചാരമാക്കാൻ റഷ്യയ്ക്ക് കാരണമായേക്കാം. ഇനി നമുക്ക് യുക്രൈന്റെ ഭാഗത്തേക്ക് നോക്കാം. യുക്രൈനിയൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിക്ക് ഇതിലൊന്നും വലിയ വിശ്വാസമില്ല. റഷ്യയുടെ വെടിനിർത്തൽ പ്രഖ്യാപനത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് നോട്ട് സീരിയസ് എന്നാണ്. റഷ്യ വെടിനിർത്തൽ പ്രഖ്യാപിച്ചത് സമാധാനം കൊണ്ടാണോ? അല്ലെന്നാണ് സെലൻസ്കി പറയുന്നത്. മോസ്കോയിലെ റെഡ് സ്ക്വയറിൽ പരേഡ് നടക്കുമ്പോൾ യുക്രൈന്റെ ഡ്രോണുകൾ പറക്കുമോ എന്ന പേടിയാണ് പുടിനെന്നും അദ്ദേഹം പരിഹസിച്ചു. ഇതിന് മറുപടിയായി യുക്രൈൻ സ്വന്തം നിലയ്ക്ക് മെയ് 5 മുതൽ 6 വരെ ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് റഷ്യയ്ക്ക് മെയ് 9 പ്രിയപ്പെട്ടതാണെങ്കിൽ യുക്രൈൻ അവരുടെ സ്വന്തം ടൈം ടേബിൾ അനുസരിച്ചാണ് നീങ്ങുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഏപ്രിലിൽ റഷ്യ യുദ്ധമുഖത്ത് തിരിച്ചടികൾ നേരിട്ടിരുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദി സ്റ്റഡി ഓഫ് വാർ ISW പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം 120 ചതുരശ്ര കിലോമീറ്റർ ഭൂമി റഷ്യയ്ക്ക് നഷ്ടപ്പെട്ടു. 2023 ശേഷം ഇതാദ്യമായാണ് യുക്രൈൻ സൈന്യം അല്പമെങ്കിലും മുന്നേറ്റം നടത്തുന്നത്. ഈ ഒരു വലിയ ആഘോഷത്തിലൂടെ ജനങ്ങളുടെ ആത്മവീര്യം കൂട്ടാനാണ് പുടിൻ ശ്രമിക്കുന്നത്. പക്ഷേ ഇത്തവണത്തെ വിക്ടറി ഡേ പരേഡ് പഴയതുപോലെയല്ല. സുരക്ഷാ കാരണങ്ങളാൽ ടാങ്കുകളും വലിയ മിസൈലുകളും റെഡ് സ്ക്വയറിൽ പ്രദർശിപ്പിക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ. മോസ്കോയിൽ സെൽഫോൺ ഇന്റർനെറ്റ് വരെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. യുക്രൈൻ ഡ്രോണുകൾ വിക്ടറി ഡേ ആഘോഷങ്ങൾ അലങ്കോലപ്പെടുത്തുമെന്ന കടുത്ത ആശങ്ക റഷ്യയ്ക്കുണ്ട്. അന്താരാഷ്ട്ര തലത്തിലും നീക്കങ്ങൾ വളരെ സജീവമാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ചർച്ചകളെക്കുറിച്ച് സെലൻസ്കി സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ഗ്രൗണ്ടിലെ അവസ്ഥ ഇപ്പോഴും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം പോലും റഷ്യൻ മിസൈലുകൾ യുക്രൈനിലെ 9 പേരുടെ ജീവൻ എടുത്തിരുന്നു. ഖാർക്കിവിലെ മെരേഫെ എന്ന സ്ഥലത്ത് നടന്ന ആക്രമണം ഭീകരമായിരുന്നു. വീടുകളും കടകളും കത്തിച്ചാമ്പലായി. ഇതിനൊക്കെ മറുപടിയായി ബെൽഗോറോഡ് പോലുള്ള റഷ്യൻ അതിർത്തി നഗരങ്ങളിലേക്ക് യുക്രൈൻ ഡ്രോണുകളും ചെന്നെത്തുന്നുണ്ട്. ചുരുക്കത്തിൽ മെയ് 9 എന്നത് കേവലം ഒരു വാർഷിക ആഘോഷം മാത്രമല്ല, അത് റഷ്യയുടെ അഹംഭാവത്തിന്റെയും യുക്രൈന്റെ അതിജീവനത്തിന്റെയും പരീക്ഷണം കൂടിയാണ്. റഷ്യയുടെ ഈ താൽക്കാലിക വെടിനിർത്തൽ ഒരു കെണിയാണോ? പരേഡിന് ശേഷം കീവിൽ ഒരു കനത്ത ആക്രമണത്തിനുള്ള മരുന്നിടുകയാണോ പുടിൻ? ലോകം ശ്വാസമടക്കി കാത്തിരിക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആണ്. വെടിനിർത്തൽ പ്രഖ്യാപനങ്ങൾ പേപ്പറിൽ ഉണ്ടെങ്കിലും പീരങ്കികൾ ഇനിയും തണുത്തിട്ടില്ല. മെയ് 9 ശേഷം യുദ്ധം ഒരു പുതിയ തലത്തിലേക്ക് മാറാൻ എല്ലാ സാധ്യതകളുമുണ്ട്. റഷ്യയുടെ മുന്നറിയിപ്പ് കീവിനെ വിറപ്പിക്കുന്നുണ്ടോ അതോ യുക്രൈൻ പുത്തൻ ഡ്രോൺ കരുത്തുമായിട്ട് റെഡ് സ്ക്വയറിലേക്ക് എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. പ്രതിസന്ധികൾ എത്ര കഠിനമാണെങ്കിലും ഓരോ ചാലഞ്ചും പുതിയൊരു മാറ്റത്തിനുള്ള തുടക്കം കൂടിയാണ്. അതിർത്തികളിലെ തർക്കങ്ങൾ സംഭാഷണങ്ങളിലൂടെ പരിഹരിക്കപ്പെടുമെന്നും അതുപോലെ ശാസ്ത്രത്തിന്റെ കരുതലിൽ പുതിയ ആരോഗ്യ ഭീഷണികളെ നാം അതിജീവിക്കുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള സമാധാന ഉടമ്പടികളും തന്ത്രപരമായ സഖ്യങ്ങളും ലോകത്തെ ഒരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിയിടാതെ സുരക്ഷിതമായൊരു നാളെയെ കെട്ടിപ്പടുക്കാൻ സഹായിക്കട്ടെ. ഭയത്തിനു മുകളിൽ അതിജീവനത്തിന്റെ കരുത്തുമായിട്ട് നമുക്ക് മുന്നേറാം. കാരണം സമാധാനപൂർണമായ ഒരു ലോകം കെട്ടിപ്പടുക്കുക എന്നത് ഏതൊരു തർക്കത്തെക്കാളും വലുതാണ്. ഈ പോസിറ്റീവ് എനർജിയോടെ നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ നല്ല വാർത്തകൾക്കായി ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.